വാണി ഒരുപാട് സ്നേഹിച്ച മഹേഷിനെ വിവാഹം കഴിക്കാൻ രജിസ്റ്റർ ഓഫീസിലെത്തുന്നു. അവിടെ അവൾക്ക് കാത്തിരുന്നത് ഒരു ഫോൺ കോൾ മാത്രം. ഈ വിവാഹം അവന് ഇഷ്ടമല്ല എന്നും മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും പറഞ്ഞു. അവൻ അവളെ തേച്ചു. അതിനുശേഷം അവളുടെ ജീവിതമാകെ തകർന്നു പോകുന്നു. ഡിപ്രഷനും ഉറക്കമില്ലായ്മയും വേദനയും കൊണ്ടാണ് അവൾ ജീവിക്കുന്നത്. മഹേഷിനോടുള്ള ഓർമ്മകൾ നിറഞ്ഞ ഡയറിയിലെ പേജുകൾ വലിച്ചു കീറുന്നു. ഒരുപാട് സമയം കഴിഞ്ഞാണ് വാണി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. ഒരു എഴുത്തുകാരി ആവണമെന്നായിരുന്നു അവളുടെ സ്വപ്നം. അവൾ അതിനുവേണ്ടി ഒരു പബ്ലിഷിംഗ് ഹൗസിൽ ജോലിക്ക് ചേരുന്നു. അവിടെ വെച്ചാണ് അവൾ കൃഷിനെ കാണുന്നത്. ഒരു ടാലന്റഡ് സിംഗറും ആലംബനുമായിരുന്നു അവൻ. അവന്റെ കഴിവിനെ നിസ്സാരമായി കാണുന്നൊരുത്തനായിരുന്നു. വാണി അവന് വേണ്ടി പാട്ടുകൾ എഴുതുന്നു. അവൻ അത് പാടുന്നു. പാട്ടുകളെല്ലാം വൈറലാവുന്നു. അങ്ങനെ അവസാനം അവർ പ്രണയത്തിലായി. വാണി വീണ്ടും പാട്ടുകൾ എഴുതാൻ തുടങ്ങുന്നു. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിനിടയിൽ ഒരു വലിയ സത്യം പുറത്തു വരുന്നു. വാണിക്ക് അൽഷിമേഴ്സ് രോഗമുണ്ട് എന്നും പതിയെ അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെടും എന്നതായിരുന്നു ആ സത്യം. ഒരു ദിവസം അവൾ തൻ്റെ പ്രിയപ്പെട്ടവരെയും കൃഷിനെ പോലും മറന്നു പോകുന്നു. ഈ സത്യം അറിഞ്ഞിട്ടും കൃഷ് അവളെ വിട്ടു പോകുന്നില്ല. ഓർമ്മകൾ നഷ്ടപ്പെട്ടാൽ എന്താ, നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാം എന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ വാണിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തൻ്റെ രോഗം കൃഷിൻ്റെ സ്വപ്നങ്ങളും കരിയറും നശിപ്പിക്കരുത് എന്ന് കരുതി അവൾ അവനെ വിട്ട് അകന്നു പോകുന്നു. വേദനയോടെ കൃഷ് അവളെ തേടി ലോകം മുഴുവൻ ചുറ്റുന്നു. വാണിക്കായി അവൻ ഒരു പുതിയ പാട്ട് പാടുന്നു. ആ പാട്ട് ലോകമാകെ വൈറലാകുന്നു. ആ പ്രണയഗാനം ഒടുവിൽ വാണിയുടെ നഷ്ടപ്പെട്ട ഓർമ്മകളെ വീണ്ടെടുക്കുന്നു. ആ പാട്ട് കേട്ടതോടെ അവളുടെ മനസ്സിൽ പഴയ നിമിഷങ്ങൾ തിരിച്ചു വരുന്നു. പ്രണയം വീണ്ടും ജീവിക്കുന്നു. കൃഷും വാണിയും ഒന്നിക്കുന്നു. അവർ വിവാഹിതരാകുന്നു.